മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി മലപ്പുറം കോഴിച്ചന MSPയിലെ 30ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫുട്ബോൾ കളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. അത്യാവശ്യ കാര്യത്തിന് പോലും തെരുവിലിറങ്ങുന്നവരെ ലാത്തി ഉപയോഗിച്ച് തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാർ ആദ്യം നല്ല അടി കൊടുക്കേണ്ടത് ഈ പോലീസുകാർക്ക് തന്നെയാണ്. ദൃശ്യം പുറത്തെത്തിച്ച CPMന്റെ പഞ്ചായത്ത് മെമ്പറെയും പഞ്ചായത്ത് വാഹനത്തിന്റെ ഡ്രൈവറെയും പോലീസുകാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ക്രൂരമായി മർദ്ദിച്ചു. അധികാരികൾ ഇതും കണ്ണു തുറന്ന് കാണണം. ദൃശ്യം കാണാം. പ്രിയപ്പെട്ട എൻ്റെ SP സുഹൃത്തുക്കളെ, ഇത് നമ്മളെ MSP ക്യാമ്പാണ്. നമ്മളെ MSP ക്യാമ്പിൽ ഇവിടെ പോലീസുകാരാണ് പന്ത് കളിക്കുന്നത്. എത്രയോ പേരുകൾ, ഏകദേശം 10-25 പേരുകളാണ് ഈ MSP ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നത്. അപ്പോൾ ഈ സർക്കാരും കേന്ദ്ര സർക്കാരും കൊണ്ടുവന്ന ഈ നിയമങ്ങളൊന്നും നമ്മളെ കേരള പോലീസിന് ബാധകമല്ല എന്നാണ് തോന്നുന്നത്. ഇത് എത്രയും പെട്ടെന്ന് നമ്മളെ കോഴിച്ചന MSP ഗ്രൗണ്ടാണ്. ഈ MSP ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഈ ഫുട്ബോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നാട്ടുകാർക്ക് ഇവർ ലാത്തി വീശ, അതേപോലെ തന്നെ നാട്ടുകാരെ തടഞ്ഞു നിർത്തിക്കാണ്ട് എങ്ങോട്ടോ പോകണമെന്നുള്ള വലിയധികം രൂപത്തിലുള്ള കടന്നുപോക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേ ഇതാണ് ഇപ്പോൾ ക്യാമ്പിലെ നമ്മളെ സ്ഥിതി. സർക്കാർ പോലീസുകാരാണ് ഇപ്പോൾ നമ്മളെ ക്യാമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏകദേശം 5:30-5:45 ആയിട്ടും ഈ നിയമങ്ങളൊന്നും സർക്കാർ സംവിധാനത്തിലുള്ള പോലീസുകാർക്ക് ബാധകമല്ല എന്നാണ് തോന്നുന്നത്. അവർ പലപ്പോഴായിട്ട് പറയുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവരെ ഏതൊക്കെ രൂപത്തിൽ ഇതാ പോലീസുകാരാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-25 പേരുകളുണ്ട്. 144 പ്രഖ്യാപിച്ചതൊന്നും ഈ കേരള പോലീസായ നമ്മളെ MSP ക്യാമ്പിലെ പോലീസുകാർക്കും മറ്റുള്ളവർക്കൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഇത് മേലെ കോഴിച്ചനെയാണ്. നമ്മളെ തന്തല ഗ്രാമപഞ്ചായത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള MSP ഗ്രൗണ്ടിലാണ് ഈ ഫുട്ബോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഉന്നത അധികാരികളിലേക്ക് എത്തിച്ചണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയോ സർക്കാർ സംവിധാനത്തിൽ ഉണ്ടായിട്ട് പോലും ഇവരുടെ ഈ പോക്കൂത്ത് അതന്നെ നാട് നടക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് നമ്മളെ കേരളത്തിൽ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഇവർ ഏകദേശം 10-20 കണ്ടില്ലേ, 10-20 പേര് കളിക്കണ ഫുട്ബോൾ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. അപ്പോൾ മാക്സിമം ഈ പോസ്റ്റ്, ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഞാൻ ഇവിടെ തന്നല ഗ്രാമപഞ്ചായത്ത് മെമ്പറും അതേപോലെ തന്നെ തന്നല നിസാമ് നമ്മുടെ ഡ്രൈവറും ഉണ്ട് ഇവിടെ. കണ്ടോളി, ഇതാണ് ഇപ്പോൾ തന്നല MSP ക്യാമ്പിലെ സ്ഥിതി. ഇവർ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തായി ഇവർക്ക് ഈ കളി നിർബന്ധവും. അപ്പോൾ MSP എന്ന പോലീസുകാർ കേരള പോലീസുകാരാണ് ഇപ്പോൾ ഒരാൾ പോയാലേ തടഞ്ഞു നിർത്തുന്ന സമയത്ത് ഇവിടെ ക്യാമ്പിലാണ് ഏകദേശം 10-25 പേര് ഫുട്ബോൾ കളിക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും ശക്തമായിട്ടുള്ളൊരു നടപടി എടുക്കണം സർക്കാർ. ഇവർക്കിതൊന്നും ബാധകമല്ല. നമ്മൾ സാധാരണക്കാർക്ക് മാത്രമേ ഇങ്ങനെയുള്ളൊരു ബാധകം നിലവിൽ ഉള്ളൂ എന്ന് തോന്നുന്നത്. ഇവർക്കൊന്നും ഇത് ബാധകമല്ല തോന്നുന്നത്. അപ്പോൾ ഈ പോക്കൂത്തുകൾ നമ്മളൊക്കെ എന്നും FEയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. നാട്ടുകാർ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണക്കാർ മീൻ മേങ്ങാൻ പോയാലും പച്ചക്കറി വാങ്ങാൻ പോവുകയാണെങ്കിലും അത് പിടിച്ചു പറിച്ചു കാണാൻ എങ്ങോട്ടാന്നുള്ള ഒരു ശബ്ദം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കളികളൊക്കെ ഇപ്പോൾ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാത്തത്. അപ്പോൾ മാക്സിമം ഈ പോസ്റ്റ് ഏതൊക്കെ രൂപത്തിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ ആ രൂപത്തിലൊക്കെ എത്തിക്കണം. ഇതിന് ശക്തമായിട്ടുള്ള നിയമ നടപടി എടുക്കുമാണ്. പോലീസുകാർക്ക് മാത്രം ഒരു ബാധകം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് വേറൊരു ബാധകമായിട്ട് മുന്നോടാൻ ഒരിക്കലും പറ്റൂല. അത് ഏത് കോടതിയായാലും ഏത് രൂപത്തിലാണെങ്കിലും ഇതിന് ശക്തമായിട്ടുള്ള നിയമ നടപടി എടുക്കണം. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, സർക്കാർ സംവിധാനത്തിൽ നിന്ന്, സർക്കാർ ശമ്പളം വാങ്ങുന്ന, പെറ്റീഷൻ വാങ്ങുന്ന, അല്ല പൈസ വാങ്ങുന്ന ഇവർക്കൊക്കെ ഒരു നിയമങ്ങളും ബാധകമല്ല എന്ന് പറയാൻ ഇവർക്ക് ആർക്കും സാധിക്കില്ല. അപ്പോൾ ഇത് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. ഇതിൻ്റെ പേരിൽ എനിക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള കേസും മറ്റും വന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവരെന്നെ നോക്കുന്നുണ്ട്, എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശക്തമായിട്ടുള്ള എനിക്കും നിസാമുനും പിന്നെ ബാക്കിലൊക്കെ വന്നിക്കാണ്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശക്തമായിട്ടുള്ള പോലീസോ
കമ്മ്യൂണിറ്റി കിച്ചന് നമ്മൾ പഞ്ചായത്ത് പഞ്ചായത്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ കണക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇന്നത്തെ കണക്ക് നാളത്തെ കൊടുക്കാനുള്ള കണക്കുപാടെ കൊടുത്ത് പഞ്ചായത്തിന് പഞ്ചായത്ത് ഡ്രൈവർ നിസാം കൂടി പുറത്തേക്ക് ഇറങ്ങുക. അതിന് നമ്മൾ ഒരു 6 മണി ആക്കണം. അപ്പോൾ നമ്മൾ MSP ക്യാമ്പിൽ നോക്കുമ്പോൾ കുറേ ഭയങ്കര പൊടി മാറുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഭയങ്കര പന്തൽ, ഏകദേശം 10-30 ആളുകൾ പന്തളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പോലീസുകാരാണ്. അത് ലൈവ് എടുത്തതിന് ശേഷം ഞങ്ങൾ പഞ്ചായത്തേക്ക് നടക്കുമ്പോൾ ബാക്ക് കൂടെ നിന്നാണ് ഒരാൾ കൗത്ത് പിടിച്ച് വലിച്ച് നിലത്തിട്ടടിച്ചു. ഒരു പോലീസുകാർ വന്നു. ഞാൻ പഞ്ചായത്തേക്ക് ഓടി. പഞ്ചായത്ത് കൂടിയപ്പോൾ എല്ലാ പോലീസുകാരും വന്നാണ് പഞ്ചായത്തേക്ക് വന്നത്. ലാസ്റ്റ് പഞ്ചായത്ത് സെക്രട്ടറി ഇടപെട്ടുകൊണ്ട് ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് നല്ല മർദ്ദിച്ചു. ഒരു ആള് മാത്രമേ പോലെ ബാക്കി അവൻ്റെ ബാക്കിൽ വന്നില്ല. ഉടനെ ഞാനും നിസാമോടെ കൊതിരി മാറിയത്. കൂട്ടമായിട്ടാണ് പിന്നെ പഞ്ചായത്ത് ഹാളിലേക്ക് അവർ മർദ്ദിച്ചത്. ഒരു നാവിക്കണമാണ് അടിച്ചത്. നാവിക്കണ കാലിൻ്റെ മുട്ടയിലും തന്നത്. അല്ല, പരാതി കൊടുക്കാനുള്ള പരിപാടി. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.